അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽ-ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. സദഖല്ലാഹു മൗലാനൽ അലിയുൽ അളീം വസദഖ ബലാ റസൂലുഹുൻ നബിയുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന ശാകിരീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹബീബ് റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനുഷ്യർ ആഖിർ സമാനിൽ ഖിയാമത്ത് നാളോട് അടുക്കുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ച് പറയുന്നു. വസ്സനത്തു ഒരു വർഷം കശ്ശഹരി, അവരിൽ നിന്ന് തഖാറബു സമാൻ ഉണ്ടാകുമെന്നാണ്. അവരിൽ നിന്ന് കാലഘട്ടം പെട്ടെന്ന് കഴിഞ്ഞു കിടക്കും. അപ്പോൾ ഒരു വർഷം എന്നത് അവരിൽ നിന്ന് ഒരു മാസം പോലെയും, വശഹറു കൽ ജുമാ, ഒരു മാസം ഒരാഴ്ച പോലെയും, വൽ ജുമാഅത്തു കൽ യൗമി, ഒരു ദിവസം പോലെ ഒരാഴ്ച കടന്നു പോകും. വൽ യൗമു കസ്സായത്തി, ഒരു ദിനം 24 മണിക്കൂർ ഒരു മണിക്കൂർ പോലെയും, വസ്സായത്തു കല്ലഹലത്തി, ഒരു മണിക്കൂർ സെക്കൻഡ് പോലെയൊക്കെ അവരിൽ നിന്ന് കഴിഞ്ഞു കടന്നു പോകും. അങ്ങനെ കഴിഞ്ഞു കടന്നു പോയി നമ്മളിൽ നിന്ന് ഹിജറ വർഷം 1445 വിട പറയുകയാണ്. നമ്മളൊരു പുതുവർഷത്തിലേക്ക് അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സിൽ നിന്നൊരു വർഷം കൂടി കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. ഈ അവസരത്തിൽ മഹാന്മാർ ഒരുപാട് ദുആകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകമായും വർഷാവസാനം ചൊല്ലേണ്ടുന്ന ഒരു ദുആയാണ് ഇവിടെ. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി നമ്മൾ ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിക്കാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും അള്ളാഹു നൽകിയ കോടാനുകോടി അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്ത സജ്ജനങ്ങളായി അള്ളാഹുവിലേക്ക് യാത്രാകാനൊക്കെ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് കഴിയണം. അള്ളാഹുവിൻ്റെ മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും സാലിഹീങ്ങളും ശുഹദാക്കളും കാണിച്ച സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേരാൻ വേണ്ടി, ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർന്നവരായ മഹാന്മാരിലേക്ക് ചേരാൻ വേണ്ടി, അതിനാണ് നമ്മൾ ദിവസവും 17 പ്രാവശ്യം ദുആ ചെയ്യുന്നത്. അതൊരിക്കലും സ്വമേധയാ നമുക്ക് മുസ്തഖീമായ വഴിയിലേക്ക് ചേരാൻ കഴിയില്ല. ആരാണോ മുസ്തഖീമായ വഴിയിൽ ഉള്ളവർ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ശരീഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളായ മശായിഖന്മാർ, അവരിലൂടെയാണ് നമുക്ക് മുസ്തഖീമായ മാർഗത്തിലേക്ക് ചേരാൻ കഴിയുക. വൽഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം, നിൻ്റെ ചൊവ്വായ മാർഗത്തിലേക്ക് ഹിദായത്താക്കുന്ന ഹബീബ് റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്വലാത്തുൽ ഫാത്തിഹിൽ പറയുന്നുണ്ട്. അപ്പം നബിതങ്ങളിൽ നിന്ന് പാരമ്പര്യമായും കിട്ടിയ ഹക്കായ ശരീഅത്ത് നിലനിർത്തി ജീവിക്കുന്ന ഒരുപാട് സാലിഹീങ്ങളായ മുഅ്മിനീങ്ങളുണ്ട്. അവരിലേക്ക് ചേരുമ്പോഴാണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേരുക. അതിലുകൊണ്ടാണ് നമുക്ക് ദാക്കിറെ കൽബാവാൻ കഴിയുക, നമ്മുടെ ശറഹ് സുദൂർ, നമ്മുടെ ഹൃദയാന്തരങ്ങൾ തുറക്കപ്പെടുക. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളായ അസൂയ, അഹങ്കാരം, ഉള്ളാട്യം, മറ്റുള്ളവരുടെ വെറുപ്പ്, വിദ്വേഷം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മാലിന്യങ്ങളൊക്കെ നീങ്ങുക. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു മനുഷ്യനാവുക. ആ ഒരു മഹോന്നതമായ പദവിയിലേക്ക് എത്താൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇൻസാനായി, മനുഷ്യനായി മാറുക. അത് നമുക്കെല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ആഖിർ സമാനിൽ എന്ത് സത്യം പറഞ്ഞാലും സത്യങ്ങൾക്ക് പുല്ല് വില കൽപ്പിക്കുന്ന, അത്ര പോലും വില കൽപ്പിക്കാത്തൊരു കാലഘട്ടത്തിൽ അൽ ഖാബിദു അലൽ ജംറ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തീക്കണൽ പിടിച്ചവനെ പോലെയാണ് ഉള്ളൻ കയ്യിൽ. അത്രമാത്രം ആഖിർ സമാനിൽ ദീനിൻ്റെ ശരീഅത്തിന് വില കൽപ്പിക്കാതെ
ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. അപ്പോൾ അള്ളാഹുവിലേക്ക് ചേരാൻ, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെക്കുറിച്ച് ശുക്ർ ചെയ്യാൻ, അള്ളാഹുവിൻ്റെ ഹബീബ് റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാണെന്നും ഷഫീഉൽ വറയാണെന്നുള്ള ബോധത്തോടെ മുത്തുനബിയിലേക്ക് സ്വലാത്തിലേക്ക് ലയിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.